ഡോക്ടർമാർ പലരും ചേർന്ന് നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ട് ഡോക്ടർമാർ പ്രസിദ്ധീകരിച്ചത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. യൂട്യൂബിൽ ലഭ്യമാണ്. ഞാൻ 8 ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് മലയാളത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ഓട്ടോഫേജി എന്നൊരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത് വിദേശ ഡോക്ടർമാരും ഇന്ത്യൻ ഡോക്ടർമാരും പരീക്ഷിച്ച് നോക്കിയതാണ്, പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ്. പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ചില കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതിനോടൊപ്പം തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണുകയില്ല. അതുകൊണ്ടാണ് ഒന്ന് പറയുന്നത്. ഞാനിത് ആ ഡോക്ടർമാരിൽ നിന്നും പഠിച്ചതാണ്, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത് ആണ് ഇക്കാര്യം. അതായത് മനുഷ്യന്റെ 2 ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 16 മണിക്കൂർ എടുക്കണം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ദിവസം ചെയ്യുന്നവരുമുണ്ട് കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടി. അതായത് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ഭക്ഷണം 16 മണിക്കൂറിന് ശേഷമേ ആകാവുള്ളൂ. ഒറ്റയടിക്ക് 16 മണിക്കൂർ എടുക്കാൻ പറ്റുമോ എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മതി. ബലം പ്രയോഗിച്ചൊന്നും ചെയ്യരുത്. ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറോ നോക്കിയിട്ട് പറ്റുമെങ്കിൽ അത് 14 16 ആയിട്ട് മാറ്റാമല്ലോ. അതിന് ഡോക്ടർമാർ തന്നെ പറഞ്ഞൊരു കാര്യം, രാത്രി ഭക്ഷണം സന്ധ്യയോടുകൂടി 6 മണിക്ക് കഴിക്കുക. അപ്പം പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പം 12 മണിക്കൂറാവും. പിന്നെ ഒരു 4 മണിക്കൂറുള്ള കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവുള്ളൂ. വെള്ളം കുടിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഒരു ഭക്ഷണവും കഴിക്കരുത്. പഴങ്ങളൊന്നും കഴിക്കരുത്. ഗോതമ്പോ അരിയോ ഉപയോഗിച്ചുണ്ടായതൊന്നും കഴിക്കരുത്. പയറോ കടലയോ ഒന്നും ഉപയോഗിക്കരുത്. പഞ്ചസാര ഒട്ടും ഉപയോഗിക്കരുത്. പഴങ്ങൾക്കെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമുണ്ട്. മത്തങ്ങ പോലുള്ള ചില ഫലങ്ങളിലും ഉണ്ട്, പച്ചക്കറികളിലൊക്കെ. പച്ചിലകളും വെള്ളവും ആവശ്യത്തിന് കുടിക്കാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത 2 ഘടകങ്ങളാണിത്. പിന്നെ പച്ചക്കറികൾ, പടവലങ്ങ പോലുള്ള വെള്ളരിക്ക, ഇതൊക്കെ അത്യാവശ്യം തോന്നുകയാണെങ്കിൽ കഴിക്കാം. ഈ 16 മണിക്കൂർ കഴിയുമ്പോൾ എന്തോ അത് നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം വളരെ അധികമാണ്. നമ്മൾക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അതിൻ്റെ ഇരട്ടിയോളം നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ എടുക്കുന്നു. ചോറിലൂടെയും ദോശയിലൂടെയും ഇഡ്ഡലിയിലൂടെയും ഗോതമ്പ് പലഹാരങ്ങളിലൂടെയും ബിസ്ക്കറ്റിലൂടെയും റൊട്ടിയിലൂടെയും മധുരമിട്ട ചായയിലൂടെയും എല്ലാ രീതിയിലും കാർബോഹൈഡ്രേറ്റ്സ് ലഭിക്കുന്ന സാധനങ്ങൾ ശരീരത്തിൽ എടുക്കാതെ വരുമ്പോഴേ ശരീരത്തിലുള്ളത് മുഴുവൻ ചെലവാക്കി കഴിയും. അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കുറേ കൊഴുപ്പായിട്ട്. അതൊഴിച്ച് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തീരുമ്പം വേറെ കിട്ടാതെ വരുമ്പം ശരീരം ഒന്ന് കാത്തിരിക്കും. കിട്ടാതെ വരുമ്പം കരളിൽ സൂക്ഷിച്ചിട്ടുണ്ട് കൊഴുപ്പായിട്ട്. ഈ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ കൊഴുപ്പാക്കി കൺവെർട്ട് ചെയ്ത് കരളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും സൂക്ഷിക്കാറുണ്ട്. അത് കുറേശ്ശെ എടുത്തു തുടങ്ങും. ശരീരത്തിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടാത്തതുകൊണ്ട് ഈ കൊഴുപ്പെടുത്ത് ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കും. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഊർജ്ജത്തിന് ഉപയോഗിക്കുന്നത്. നമ്മളുടെ നിലനിൽപ്പിന്, നടക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ, സംസാരിക്കാൻ, ചിന്തിക്കാൻ, പഠിക്കാൻ, ശബ്ദം ഉണ്ടാക്കാൻ, ഇതിനെല്ലാം വേണ്ട കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അത് കിട്ടുന്നതാണ് ഗോതമ്പരി തുടങ്ങിയ എല്ലാം, മധുരമുള്ളതെല്ലാം. അല്ലാതെ മധുരം ഇല്ലാത്തതും എല്ലാം ഉണ്ട്. പഴങ്ങളെല്ലാം അങ്ങനെ അതിൽപ്പെടുന്നതാണ്. ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ കൊഴുപ്പ്, ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ അതെടുക്കാമെന്ന് വിചാരിച്ച് എടുത്തിട്ട് കൺവെർട്ട് ചെയ്ത് ഊർജ്ജമായിട്ട് ഉപയോഗിക്കും. അതാണ് ചിലർ പറയയില്ലേ, കുറേയേറെ സമയം കഴിയുമ്പോൾ വിശക്കും. കുറച്ച് നേരം വിശന്നിരിക്കുമ്പം വിശപ്പങ്ങ് പോവും, കെട്ടുപോകും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിതുകൊണ്ടാണ്. വേറെ നമ്മളെ ശരീരത്തിൽ തന്നെയുള്ള കൊഴുപ്പ് എടുത്തു തുടങ്ങും. 16 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോഴേ കുറച്ചെടുത്ത് കഴിയും. ഒറ്റയടിക്കെല്ലാം എടുക്കണ്ട. കുറച്ച് സ്റ്റോറേജിൽ കുറേ ഇങ്ങെടുത്ത് കഴിയും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടി തുടങ്ങും ബാക്കിയായിട്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റാർച്ച് ഉൾപ്പെടെ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടി തുടങ്ങും. അത് കിട്ടിക്കഴിയുമ്പം
അത് കിട്ടും. അത് എളുപ്പം കിട്ടുന്നില്ല, മറ്റേ കൺവെർട്ട് ചെയ്യണ്ടായോ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സ്റ്റോറേജ് മുഴുവൻ അങ്ങ് തീരും. ഈ സ്റ്റോറേജ് ഇരിക്കുന്നതാണ് എല്ലാ ആരോഗ്യ പ്രശ്നത്തിനും കാരണം. കണക്കിലധികം ശരീരത്തിന് എത്തുന്ന ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒരിക്കലും കൃത്യമായിട്ടല്ല. ഒരു 10 ദോശ തിന്നാമെന്ന് നോക്കും. ഗോതമ്പ് ദോശയാണെങ്കിൽ, ഗോതമ്പ് ചപ്പാത്തി ആണെങ്കിൽ ഒരു 5 എണ്ണം തിന്നാൻ നോക്കും. മധുരമുള്ള ഒരു ചായയോ കാപ്പിയോ കുടിക്കും. തേൻ നല്ലതാണെന്ന് പറഞ്ഞ് കഴിവുള്ളപ്പെടുത്തുവാൻ തേൻ കഴിക്കാൻ നോക്കും. എന്തെങ്കിലും ചേർത്ത് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ പഴങ്ങൾ കിട്ടുന്നതൊക്കെ കഴിക്കും. ഈ രീതിയിലെല്ലാം കണക്കിലധികമാണ്. പണ്ടുള്ള മനുഷ്യൻ ധാരാളം നടക്കുമായിരുന്നു. അടുക്കളയിൽ ജോലികൾ ധാരാളമുണ്ട്. വെള്ളം കോരുക, ആട്ടുകല്ലിൽ അരയ്ക്കുക, അരകല്ലിൽ അരയ്ക്കുക, ഇതേപോലുള്ള ഒത്തിരി കാര്യങ്ങൾ. വിറകെടുക്കുക, ഒടിക്കുക, അത് കത്തിക്കുക, ഊതുക. ഊർജ്ജം ശരീരത്തിന് ചിലവാകുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നതൊക്കെ അവിടെ ഇരിക്കുക. ആവശ്യം വളരെ കുറച്ച്, ബാക്കി ഇവിടെ സ്റ്റോറേജാണ്. ശരീരത്തിന് പല ഭാഗങ്ങളിലും വണ്ണം വരുന്നത് ഈ കൊഴുപ്പടിഞ്ഞിട്ടാണ്. എന്നാൽ കരളിൽ വരുന്നതാണ് ഏറ്റവും അപകടകാരി. അത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും. ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ക്രമേണ അത് വളരെ നല്ലതാണ്. കാരണം ഈ കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിൽ കിട്ടാൻ വരുമ്പോൾ ഈ കൊഴുപ്പെടുത്ത് ചിലവാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറേ വിശ്രമം കൂടിയാണ്. ഇത് ദഹിപ്പിക്കുകയൊന്നും വേണ്ട, ഇത് കൺവെൻഷനല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിൻ്റെ ഊർജം കുറേ ഉപയോഗിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളിന് പ്രായം അല്പം കുറച്ച് വരുന്നതായിട്ട് തോന്നും. 50 വയസ്സുള്ള ഒരാളിന് ഒരു 40 വയസ്സ് തോന്നിക്കുള്ളൂ. ഒരു 80 വയസ്സുള്ള ആളിനൊരു 60 വയസ്സ് തോന്നുകയുള്ളൂ. അത് സത്യമാണ്. അങ്ങനെ ചെയ്യുന്നതിലെ ആൾക്കാർ എനിക്ക് പരിചയമുള്ളവരുണ്ട്. പ്രായം വളരെ കുറച്ചേ തോന്നുള്ളൂ. നടുവേദന, കാലിന് വേദന, മുട്ടിന് വേദന, തലവേദന, എഴുന്നേക്കാൻ വലിയ ക്ഷീണമാണ്. രാവിലെ 9 മണിക്ക് എഴുന്നേറ്റാൽ കൊള്ളാവുന്നുണ്ട്. ആ രീതിയിലുള്ള ക്ഷീണമൊക്കെ മാറുന്നത് കാണാം. ഇത് ശരിയാണ്. പരീക്ഷിച്ച് നോക്കി. ഞാൻ പറഞ്ഞ പലരും അത് പരീക്ഷിച്ച് നോക്കി. വളരെ ഗുണപ്രദമാണ്. ഓട്ടോഫേജി പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. ഇതുപോലെ 16 മണിക്കൂർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, ഡോക്ടർ പറഞ്ഞത് രാത്രി ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ എടുത്തിട്ട് പിറ്റേ ദിവസം, ഇതാണ് എളുപ്പമാണ്. ഉറങ്ങുന്ന സമയമല്ലേ, അത് വലിയ പ്രശ്നം വരില്ല. ശരീരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും രാത്രി നല്ലതുപോലെ. പ്രായാധിക്യം ഉണ്ടാകുകയില്ല, പ്രായം തോന്നിക്കുകയില്ല അധികം. അത് നമ്മുടെ ശരീരം പുനർനിർമ്മാണത്തിന് കാരണമാകും. വളരെ ഗുണകരമാണ്. ഓട്ടോഫേജ് ശീലിക്കണം എല്ലാ മനുഷ്യനും. ഇത് ഈ പ്രഭാഷണങ്ങളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഓട്ടോഫേജ് നടിച്ചാൽ ലോകം മുഴുവനുള്ള ഓട്ടോഫേജിയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ എല്ലാ ഭാഷയിലും ഇങ്ങ് വരും. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് കൂടുതൽ വരുന്നോണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷയിലും ഇത് ഉണ്ട്. ഇത് പൊതുജനം കുറേയേറെ പേര് അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടില്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ദയവായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒറ്റയടിക്ക് 16 മണിക്ക് എടുക്കാൻ പറ്റുന്നവർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ കുറേശ്ശെ കൂട്ടി വന്നാൽ മതി. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ദിവസവും ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും. അത് വളരെ നല്ല ഗുണം ചെയ്യും. വളരെ നല്ലതാണ്. അത് രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു രോഗം ഉണ്ടാവുകയില്ല. മരുന്നുമായിട്ട് നടക്കണ്ട, ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അത് ഡോക്ടർമാർ ആത്മാർത്ഥമായിട്ട് പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരീക്ഷിച്ച്, അങ്ങനെ നന്മ ധാരാളമുള്ള ഡോക്ടർമാർ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓട്ടോഫേജി, ആ വാക്കൊന്ന് ഓർത്തിരിക്കുക. ഓട്ടോഫേജി, അതൊന്ന് നെറ്റിലടിച്ച് നോക്കുക. യൂട്യൂബിലും നെറ്റിലുമുണ്ട് ഇത്.